ഹായ് ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമായിട്ട് ഞാൻ വ്ളോഗൊക്കെ ചെയ്യണത്. ഉച്ചയൂണിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും മിസ്സൊക്കെ ചെയ്തിരുന്നു കേട്ടോ. നല്ലോണം വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോറൊക്കെ റൈസ് കുക്കറിൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഒന്നും പിന്നെ കാണിക്കണ്ടല്ലോ, ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് എടുത്താൽ കേട്ടോ. എനിക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ ഇതുണ്ട്, പിന്നെ എഡിറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വ്ളോഗൊന്നും ചെയ്യാത്തതുണ്ട്. പിന്നെ ഉണക്കമീനായിരുന്നു കേട്ടോ. ഉണക്കമീനും കാബേജ് ഉപ്പേരിയും തക്കാളിക്കറിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ അവിടേക്ക് ഏത് മന്തിയും ബിരിയാണി നെയ്ച്ചോറും അങ്ങനെ എത്തൂലല്ലോ. എനിക്ക് ഇങ്ങനത്തെ നാടൻ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഈ തക്കാളിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ അറിയാം, കുറേ വെള്ളം പറന്നുകാണ്ട് തക്കാളിക്കറി ഉണ്ടാക്കാതെ ഈ തക്കാളി കൂട്ടാൻ പോലെ ഉണ്ടാക്കൂലേ, അതൊക്കെ നല്ല രസം കേട്ടോ. അതൊക്കെ കൂട്ടി ചോറുന്നാൻ. പിന്നെ പപ്പടം പൊരിക്കണുണ്ട്. പിന്നെ എന്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു വ്ളോഗായിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ പപ്പടം വെച്ച എണ്ണയൊക്കെ ഗ്യാസ്മക്ക് നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കണേ. പിന്നെ എന്തെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞിക്കാണ്ട് ചോറൊക്കെ കഴിക്കണം. പിന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിക്കണം കേട്ടോ. അപ്പോൾ ഞാനും നാത്തൂനും മാത്രമേ ഉള്ളൂ ഇവിടെ. നാത്തൂന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എൻ്റെ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും വ്ളോഗ് എടുത്തിട്ടില്ല. അപ്പോൾ അതൊന്നും എല്ലാവർക്കും അറിയില്ല കേട്ടോ. ഇൻഷാ അല്ലാ ഓള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമൊന്നും ആയിട്ടില്ല, 4-5 മാസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പരിപാടി മഴയുണ്ട്, ജ്യൂസ് അടിക്കാണ്ട് കേട്ടോ. ഇപ്പോൾ കടയിൽ നിന്ന് വന്നാൽ ഇപ്പാക്ക് ജ്യൂസ് കൊണ്ടുവരും. ഇപ്പോൾ ചൂടല്ലേ, ഭയങ്കര പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ കഴിയണില്ലല്ലേ, ഭയങ്കര ചൂട്. അങ്ങനെ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തുകാണ്ട് ജ്യൂസ് അടിക്കട്ടെ കേട്ടോ. അതിൻ്റെ പരിപാടിയൊക്കെയാണ്. എനിക്ക് ഭയങ്കര മടിയില്ല കാര്യം കേട്ടോ. പൈനാപ്പിളും ചെത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണല്ലോ അല്ലേ. എനിക്ക് എന്തോ ഒരു സംഭവം പോലെയാണ്. അങ്ങനെ ഐസ് ക്യൂബൊക്കെ ഇട്ടെടുത്തു. ഞാൻ ഐസ് ക്യൂബ് ഇട്ടെടുത്താണ്ട് അടിക്കല കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം മറന്നുകാണ്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ ഐസ് ക്യൂബ് ഇങ്ങനെ ഒന്നായിട്ട് വാങ്ങിക്കലാണ്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അധികം മധുരം വേണ്ട കേട്ടോ ഇപ്പൊക്കെ, അതുകൊണ്ട് പഞ്ചസാരൊക്കെ കുറച്ച് എടുത്തുകാണ്ട് അങ്ങനെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കാണ്ട് അങ്ങനെ ചോറൊക്കെ കഴിക്കാണ്ട് ഇപ്പോൾ വന്നേക്ക് തന്നെ ജ്യൂസ് എടുക്കും. അപ്പോൾ പിന്നെ അത് അടിച്ച് വെച്ചാൽ വേഗം ഉണ്ടല്ലോ, വന്നുകൊണ്ട് അങ്ങനെ കുടിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിക്കാണ്ട് ചോറ് തിന്നണ പരിപാടി കേട്ടോ. നല്ല ഉണക്കമീനും തക്കാളിക്കൂട്ടാനും കാബേജ് ഉപ്പേരിയൊക്കെ മിക്സാക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനത്തെ നാടൻ ഫുഡൊക്കെ ഇഷ്ടമല്ലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നും പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.